ഏപ്രിൽ മാസം 18-ാം തീയതിയാണ്, മേടമാസം 5 പൂരത്തിൻ്റെ തലേനാളാണ്. ഇന്ന് പൂര വിളംബരം നടക്കുന്ന സമയമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൂര വിളംബരം നടക്കും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. നമ്മൾ തൃശ്ശൂർ പൂര നഗരിയിലേക്കൊന്ന് പോകുന്നു. അവിടെ നിന്നും ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരും. തെക്കേ ഗോപുര നടയിൽ നിന്ന്, ഒപ്പം നീതലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപക് മലയമയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ജെയ്സണിലേക്ക്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പൂരത്തിനൊരുങ്ങിക്കഴിഞ്ഞു തൃശ്ശൂർ പൂരനഗരിയിലെ ഈ മോർണിംഗ് വൈബ് എങ്ങനെയാണ്? ഇന്നിപ്പോൾ എപ്പോഴാണ് വിളംബരം നടക്കുക? നീതലക്കാവ് ഭഗവതി ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്നു വരുന്നത് സാധാരണ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനും കൂടി പറയുമ്പോഴാണ് അത് പൂർണ്ണമാവുക. പക്ഷേ ഇത്തവണ വരുന്നത് എറണാകുളം ശിവകുമാറാണ് നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പൂരനഗരിയിൽ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും അരുൺകുമാർ, തൃശ്ശൂരിലെ പൂരം കഴിഞ്ഞ ദിവസം തന്നെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് വിളംബരം നടക്കുകയാണ്. ഇപ്പോൾ ഞാൻ തെക്കേ ഗോപുരടയിലാണ് നിൽക്കുന്നത്. സാധാരണ തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ് വിളംബരത്തിന് തിടമ്പേറ്റുന്നത്, നട തുറക്കുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ 2 വർഷങ്ങളായി എറണാകുളം ശിവകുമാറാണ്. പക്ഷേ ഞാൻ ഇവിടെ ഈ തെക്കേ ഗോപുരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് മറക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു തവണ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ തിടമ്പേറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. ഹൈക്കോടതിയിൽ വിഷയം നടക്കുകയാണ്. വലിയ രീതിയിൽ അരുൺകുമാർ ഓർക്കുന്നുണ്ടാവും, വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും ഒക്കെ നടന്നിരുന്ന സമയത്ത് അന്ന് കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടും തൃശ്ശൂരിലെ ചുമതലയുള്ള VS സുനിൽകുമാർ, അദ്ദേഹം ഇപ്പോൾ ഈ തെക്കേ ഗോപുരടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കാണ്. അന്ന് ആ വിഷയം വളരെ ഭംഗിയായി തീർത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ പൂരപ്രേമികളുടെ മോഹം സഫലമാക്കിയ അന്നത്തെ മന്ത്രി, ഇന്നിപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥന, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പഴയ ഓർമ്മ, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അന്ന് വലിയ രീതിയിലുള്ള ജേസൺ മാതൃഭൂമിയിലാണ്. അന്ന് വലിയ രീതിയിലുള്ള അന്ന് ആ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കാൻ പറ്റില്ല, തെക്കോട്ട് നട തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള വലിയ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ ഞാനന്ന് ഇവിടുത്തെ MLA ആയിരുന്ന സമയത്ത് പൂരപ്രേമികളുടെ ഏറ്റവും വലിയ ആവശ്യകതയായിരുന്നു. അവസാനം ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ട് നട തുറക്കുമ്പോൾ അന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. തീർച്ചയായും അന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോയി. ഞങ്ങൾ തന്നെ ഭയപ്പെട്ടു പോയി. കാരണം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ഇനി പ്രശ്നം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറക്കി ഉടനെ തന്നെ പിന്നെ ആനയെ മാറ്റേണ്ട സ്ഥിതി വരെ വന്നു. പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ടന്ന് നമ്മൾ നട തുറപ്പിച്ചു. പിന്നെ അത് അന്ന് ആദ്യമായിട്ടാണ് അത്രയും വിളംബരത്തിന് അത്രയും ജനം എത്തിച്ചേരുന്നത്. ആയിരക്കണക്കിന് ജനം തടിച്ചു കൂടുന്നത്. സാധാരണ പുലിക്കൽ ഈ തെക്കേ ഗോപുരം തുറക്കാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവാറല്ലോ. കുറച്ച് ആൾക്കാർ മാത്രം. ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വന്ന് നട തുറന്ന കൊല്ലം മുതലാണ് ഈ നട തുറപ്പിനൊരു വലിയ സൗന്ദര്യം, അതൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് മാറിയത്. മറ്റേ തെക്കേ നട തുറക്കുക എന്ന് പറഞ്ഞാൽ തലേ ദിവസം തുറന്നിടുന്നതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. കാരണം പിന്നെ ഇവിടുന്ന് ശാസ്താവ് എഴുന്നള്ളി വരുമ്പോൾ ശാസ്താവിന് നേരെ അതിലെ കടക്കാൻ ചില ചടങ്ങുകൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ആണ് തുറന്നിടുന്നത്. അപ്പോൾ നീതലക്കാവ് ഭഗവതി വന്നിട്ടാണ് നട തുറന്നിടുക. അപ്പോൾ തലേ ദിവസം തുറന്നിട്ട് എന്തിനാ വെച്ചാൽ പുലർച്ചെ വരും, അത് വെയിലും മഞ്ഞും കൊള്ളാതെ വേണം വരാൻ ഒരു ശാസ്താവിനും ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ശാസ്താവ് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തുറന്നിടുന്നത്. ആ ചടങ്ങ് വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ചടങ്ങ് ഗംഭീര ചടങ്ങാണ്. ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ ഇപ്പോൾ അതൊരു മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ്. ഇന്നിപ്പോൾ മിസ്സായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 7:30 മണിക്ക്, ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് വൈകി, 7:30 മണിക്ക് തൃശ്ശൂർ ഒല്ലൂർ മണ്ഡലം പിന്നെ പര്യടന പരിപാടിയാണ്. അപ്പോൾ പര്യടന പരിപാടി ഇനിയിപ്പോൾ ഇന്നും കൂടി നടക്കുള്ളൂ. കാരണം നാളെ പൂരാണ്, പിന്നെ ഡേറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് തന്നെ വെച്ചതാണ്. അപ്പോൾ തെക്കേ ഗോപുരമാണ് തുറക്കൽ മിസ്സായി. പൂരം എന്ന് പറയുന്നത് VS സുനിൽകുമാർ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ നോക്കുകയായിരുന്നു. അവിടെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും പാഞ്ഞു വരികയാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാനായിട്ട്. ആ സാമ്പിൾ വെടിക്കെട്ട് ഞാൻ താഴത്തുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് മോളി ഒന്ന് കാണുന്നുള്ളതുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് മോളി വന്ന് വെടിക്കെട്ട് കണ്ടു. അത് എല്ലാ പരിപാടിക്കും ഉണ്ടാവും, ഒരു പരിപാടി മുടക്കും. ഈ വിളംബരം വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതിൽ ഒരു പരോക്ഷമായും പ്രത്യക്ഷമായൊക്കെ ഒരു പങ്കാളിയായ VS സുനിൽകുമാർ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രംഗത്തേക്കാണ്. ഇത്തവണ തൃശ്ശൂർ വീണ്ടും തിടമ്പേറ്റും. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ തടമ്പെടുക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ വലിയ വിശ്വാസത്തിലാണ്. ആളുകൾ പലതും പറഞ്ഞോട്ടെ, സർവേയൊക്കെ പലതും പറയും, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. അടുത്ത തവണ നമുക്ക് MP എടുക്കാം. ഓക്കെ. അരുൺകുമാർ, ഇപ്പോൾ ഇവിടെ നിരവധി പേർ നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഇപ്പോൾ ഇതിൻ്റെ ഇലക്ഷന് കൂടി ചോദിക്കാമല്ലോ. വിളംബരം ഇപ്പോൾ നടക്കും, ഇലക്ഷൻ്റെ സ്ഥിതിയും ഈ പൂരൊക്കെ ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലും അഭിപ്രായം എന്താണ്? ഇലക്ഷനും പൂരച്ചൂടും ഒരേപോലെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇലക്ഷൻ്റെ അവർക്ക് ഒരു സൈഡിൽ കൂടെ, പൂരത്തിൻ്റെ 2 ദിവസം മാത്രം. ഈ പൂരത്തിന് വിളംബരം നിങ്ങൾ എല്ലാ വർഷവും കാണാൻ വരാറുണ്ടോ? എങ്ങനെയാണ് സ്ഥിതി? ഞങ്ങളിവിടെ എല്ലാ ദിവസവും രാവിലെ നടക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ വിളംബരവും പിന്നെ പകൽപൂരം വെടിക്കെട്ട് എല്ലാം ഇന്നലത്തെ ഇന്നലത്തെ വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. വിളംബരത്തിന് വേണ്ടി ആയോ? ഓക്കെ. അപ്പോൾ അരുൺകുമാർ, വിളംബരം ഏകദേശം 11:30 കൂടിയാണ് തെക്കേ ഗോപനാട തുറക്കുന്നത്. ഇത്തവണ എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റി വരുന്നത്. ഇപ്പോൾ നെയ്തലക്കാവ് നമ്മുടെ ദീപക് കാത്തു നിൽക്കുന്നുണ്ട്. നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് കയറി. പോയില്ലെങ്കിൽ ചിലപ്പോൾ ദീപക് എറണാകുളം ശിവകുമാറിന് മുമ്പേ തന്നെ തെക്കേ ഗോപുരം നല്ല തള്ളി തുറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ദീപകിലേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ദീപക് മലയമ്മയാണ് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പൂരത്തിൻ്റെ ആവേശമൊക്കെ ഇങ്ങനെ ഉള്ളിൽ ആവാഹിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മൾ തുടർച്ചയായിട്ട് അല്ലേ ഈ തെക്കേ ഗോപുരം നല്ല തള്ളി തുറക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വന്നതിന് ശേഷം ദീപക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്, ആ ഒരു ആവേശമൊക്കെ. അപ്പോൾ ആ ഒരു ആവേശത്തിലേക്ക് നമ്മൾ എത്തി. പൂരത്തിൻ്റെ ഓളമാണോ തൃശ്ശൂര്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആ പൂരാവേശത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് കുറ്റൂരാണ്. കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിൽ. ഒരു വശത്ത് എറണാകുളം ശിവകുമാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ മസ്തകത്തിലേക്ക് കൃത്യമായി ആ നെറ്റിപ്പട്ടം ചൂടും. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും. ചില ആറാട്ട് ചടങ്ങുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരം ഇത്തവണ എറണാകുളം ശിവകുമാർ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും. ഗ്രാമപ്രദക്ഷിണം എന്നുള്ള നിലയിലായിരിക്കും പോവുക. ഈ ക്ഷേത്രത്തിന് മുൻപിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് നിന്ന് നേരെ കാണുന്ന ഈ ഒരു പാതയിലൂടെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ, ആ പേര് തന്നെ അരുൺകുമാർ പറഞ്ഞ് എനിക്ക് ആ പേര് തന്നെയാണ് വരുന്നത്. എന്തായാലും എറണാകുളം ശിവകുമാർ ഇത്തവണ ഈ തിടമ്പേറ്റി ക്ഷേത്രത്തിലേക്ക് പോകും. വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് ആ തെക്കേ ഗോപുരനട തള്ളി തുറക്കുക എന്നുള്ളതാണ്. അതായത് പൂര വിളംബരം അറിയിക്കുക എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ദൃശ്യശ്രവ്യ താളലയത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് പൂർണ്ണമായും തൃശ്ശൂർകാർ മാറും. ഈ മലയോരം ഒന്നാകെ മാറുമെന്നുള്ളതാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം ആ അർത്ഥത്തിലേക്ക് മാറുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ 7:30 പുറപ്പാട് നേരത്തെ നിശ്ചയിച്ചിരുന്ന. അല്പസമയവും കൂടി കഴിയുന്നതോടെ ആ ചടങ്ങിന് തുടക്കമാകും. അതിനുശേഷം ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഇവിടെ നിന്നും നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ എത്തുമെന്നുള്ളതാണ്. ആ തെക്കോട്ട് നട തള്ളി തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നിലപാട് തറയിലെത്തി അവിടെ നിന്നും 3 തവണ ശംഖ് മുഴക്കി അവിടെ നിന്നും പൂര വിളംബരം അറിയിക്കും. അതോടുകൂടിയാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇത്തവണത്തെ പൂർണ്ണമായ ഒരു തുടക്കം എന്ന് പറയാൻ സാധിക്കുക. അങ്ങനെ ഇപ്പോൾ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടേക്ക് നിരവധിയായ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. നേരത്തെ ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ 2019 ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നത്. അന്ന് മുതലാണ് ഈ തൃശ്ശൂർ പൂര വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ആഘോഷവും ആവേശവും ഒക്കെ ഉണ്ടായിത്തീർന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ്. ആളുകളെല്ലാം പൂരാവേശത്തിലേക്ക് എത്തുന്നു. ഇനി വരുന്ന മണിക്കൂറുകൾ പൂർണ്ണമായും ആ ആവേശം ചോർന്നു പോകാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും സാധിക്കുകയും ചെയ്യും. അരുൺകുമാർ.